ഞാൻ ഏഞ്ചൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ എല്ലാം നല്ലതായിരുന്നു. എസ്പെഷ്യലി ഈസി വിത്ത് ഇംഗ്ലീഷ്. ഞാൻ HDFC ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് ഫസ്റ്റ് വർക്ക് ചെയ്തത്. അപ്പോൾ 6 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടും എനിക്ക് പെർഫോമൻസ് ബേസിൽ എനിക്ക് പ്രൊമോഷൻ വരുമായിരുന്നു. അപ്പം ഈ ടോപ്പ് ലെവൽസുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണമല്ലോ എന്നുള്ളൊരു കാരണം കൊണ്ട് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ സ്കിപ്പ് ചെയ്ത് വിടുമായിരുന്നു. കാരണം ടോപ്പ് ലെവൽസുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് വെച്ച് വേറെ അടുത്തുള്ളൊരു സ്ഥലത്ത് കോഴ്സിന് പോവുകയും ചെയ്തു. അപ്പോൾ എനിക്കത് പറ്റില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അത് അവിടെ വെച്ച് നിർത്തി വെച്ചിട്ട് പിന്നെ ആ ഒരു ലെവലിൽ തന്നെ പോയതായിരുന്നു. പക്ഷേ ഇപ്പം ഇത്രയും ഈസി ആയിട്ട് ഇപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം തന്നെ മെയിലൊക്കെ അയച്ചുകൊണ്ടിരുന്നത് ഞാൻ ഗൂഗിളിൻ്റെ സഹായത്തോടെ, ട്രാൻസ്ലേഷൻ്റെ സഹായത്തോടായിരുന്നു. ഇപ്പം ഞാൻ അത് യൂസ് ചെയ്യാറില്ല. അത് നല്ലൊരു കാര്യമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഏറ്റവും ഒരു വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണത്. നല്ലൊരു ഹെൽപ്ഫുള്ളാണ് അത്. പിന്നെ ഈ MCOM പഠിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ട് അതിനിടയ്ക്ക് ഞാൻ വേറെ സ്ഥലത്ത് പോയി. ഇപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ റെസ്യൂം നോക്കിയിട്ട് അവിടെ ഇൻ്റർവ്യൂർ ഇപ്പോഴും BCom മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് BCom മാത്രമേ ഉള്ളൂ. അത് എൻ്റെ റെസ്യൂമിനകത്ത് എനിക്ക് PG കോഴ്സ് വേണം എന്നുള്ളൊരു ഇത് അന്നേരം വന്ന് അവിടെ വെച്ച് എനിക്കൊരു അവരുടെ ഒരു പ്രവൃത്തി എനിക്ക് ഫീലായതുകൊണ്ടാണ് അപ്പോൾ അതിനും വന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ എനിക്ക് ടൈം കിട്ടാറില്ല തോനെയും, എന്നാലും ഞാൻ അറ്റൻഡ് ചെയ്യും. ഒരു 1 hour വെച്ച് ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്. ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ജോലിക്കിടയിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ടാസ്ക് ആയാലും എല്ലാം എന്നെ സംബന്ധിച്ച് ഹെൽപ്ഫുള്ളായിരുന്നു.